വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് 100 വീഡിയോസ് ഉണ്ട്, ടിപ്സ് ഉണ്ട്, ഡയറ്റ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർക്കോ? ഞാനുണ്ട്. ഈ ഓവർ വെയിറ്റുള്ള ആൾക്കാരും ബെല്ലി ഫാറ്റുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന അതേ ഇൻസെക്യൂരിറ്റീസ് ആണ് മെലിഞ്ഞ ആൾക്കാരും ഫേസ് ചെയ്യുന്നത്. ഈർക്കിലി, ചുള്ളിക്കമ്പ്, ഉണങ്ങിയിരിക്കും, അങ്ങനെ ഫുൾ ബോഡി ഷേപ്പിംഗ് ആയിരിക്കും. ഞാനും ഒരുപാട് അങ്ങനത്തെ ബോഡി ഷേപ്പിംഗ് അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ കാലറിക് സർപ്ലസ് ആവണം. അതിന് കൂടുതൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നോക്കുമ്പോൾ വിശപ്പും ഉണ്ടാകത്തില്ല. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകണമെങ്കിൽ ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ നിങ്ങളുടെ ആദ്യമായിട്ടാണെങ്കിൽ ഹായ് ഗൈസ്, വെൽക്കം ടു ആക്റ്റീവിയസ്. സോ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യമേ തന്നെ വെയിറ്റ് ഗെയിനിങ് സൂപ്പർ ഫുഡ്സ്. ബൈ ദ വേ, ഈ വീഡിയോ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ഡയറ്റും ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും മാത്രമുള്ളതല്ല, വളരെ അഫോർഡബിളായി എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സൂപ്പർ ഫുഡ്സ്. നിങ്ങൾ കാലറിക് സർപ്ലസ് ആവണമെന്ന് ലക്ഷ്യം വെച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വെയിറ്റ് ഗെയിനിന് വേണ്ടി തന്നെ ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഫുഡ് തന്നെ നിങ്ങൾ കഴിക്കണം. അതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ വൈറ്റ് റൈസ്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. സോ നിങ്ങൾ വൈറ്റ് റൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെയാണ് പീനട്ട്സ്. വെയിറ്റ് ഗെയിനിന് പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ഓപ്ഷനാണ് പീനട്ട്സ്. അത് കഴിഞ്ഞ് ചീസ് സ്ലൈസ്. ഒരു ചീസ് സ്ലൈസ് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കാലറീസ് ഉണ്ടാവും. സോ ഈവനിങ് ടൈമിൽ നിങ്ങളുടെ സ്നാക്സിൻ്റെ കൂടെ 1-2 സ്ലൈസൊക്കെ ചീസ് കഴിക്കാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഹോൾ എഗ്സ്. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന എല്ലാവരും ഡയറ്റിൽ വരേണ്ടതാണ് ഹോൾ എഗ്സ്. പല ബോഡി ബിൽഡേഴ്സും ഫിറ്റ്നസ് ഫ്രീക്കും അവരുടെ ഡയറ്റിൽ എഗ് ആഡ് ചെയ്യുന്ന കാരണം എന്നറിയോ? എഗ്സിൽ നല്ല പ്രോട്ടീൻസും കാലറീസും ഫാറ്റ്സും അതുപോലെ തന്നെ മറ്റ് പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് ബനാനാസ്. ഒരു ദിവസം 1-2 ബനാന നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെയാണ് നട്ട്സ്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. നട്ട്സ് വളരെ കാലറിക് ഡെൻസ് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. സോ ഞാൻ ഈ പറഞ്ഞ ഫുഡ്സൊക്കെ നിങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് കഴിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ജേർണിയിൽ ഈ ഫുഡ്സൊക്കെ മാറി മാറി കഴിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരിടയ്ക്ക് നിങ്ങൾ റൈസ്, സ്വീറ്റ് പൊട്ടറ്റോ, നട്ട്സൊക്കെയാണ് കഴിക്കണമെങ്കിൽ പിന്നെ വേറെ ടൈമിൽ എഗ്സ്, പീനട്ട്സ് അങ്ങനെ മാറി മാറി കഴിക്കുക ഫുഡ്. പിന്നെ ഈ പറഞ്ഞ ഫുഡ്സൊക്കെ കഴിച്ചാൽ പിന്നെയുള്ളതാണ് സപ്ലിമെൻറ്റ്സ്. സപ്ലിമെൻറ്റ്സിൽ വെയിറ്റ് ഗെയിൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മാസ് ഗെയിനറാണ്. പക്ഷേ മാസ് ഗെയിനറെക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 3 സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അതിൽ നമ്പർ 1 ക്രിയാറ്റിൻ. ബിക്കോസ് ആദ്യമേ തന്നെ ക്രിയാറ്റിൻ ഒരു നാച്ചുറൽ സപ്ലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ ക്രിയാറ്റിൻ നിങ്ങളെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാതെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ക്രിയാറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ താഴെ പറഞ്ഞാൽ മതി, ഐ വിൽ മേക്ക് എ വീഡിയോ ഫോർ യു. പിന്നെയുള്ള സപ്ലിമെൻ്റാണ് വേ പ്രോട്ടീൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നമാണ് ലോ അപ്പറ്റൈറ്റ്, അതായത് ഒട്ടും വിശപ്പില്ല. സോ അങ്ങനെയുള്ളപ്പോൾ സോളിഡ് കാലറീസിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ലിക്വിഡ് കാലറീസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വേ പ്രോട്ടീൻ കൊണ്ടൊരു സ്മൂതി ഉണ്ടാക്കി കുടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത്ര കാലറീസും പ്രോട്ടീനും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. എൻ്റെ ഇൻസ്റ്റഗ്രാം വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സ്മൂതി റെസിപ്പീസ് അതിനകത്ത് കാണാവുന്നതാണ്. പിന്നെയുള്ളതാണ് പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ്. ഇതിപ്പോൾ നിങ്ങൾക്ക് യൂസ് ആവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻറ്റോ കോളേജ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ യൂഷ്വലി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വൈകിട്ട് ടൈം കിട്ടുന്ന ഒരാളാണെങ്കിൽ പ്രീ വർക്കൗട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അതിലുള്ള കഫെയിൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ എനർജി തരും. നിങ്ങൾ വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രീ വർക്കൗട്ട് ഒട്ടും സജസ്റ്റ് ചെയ്യുന്നതല്ല. കാരണം ഇത് നിങ്ങളുടെ ഉറക്കത്തിനെ ബാധിക്കും. നിങ്ങളൊരു 4 മണിക്കും 6 മണിക്കിടക്കാൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കണക്ക് പറഞ്ഞോട്ടെ, പേടിക്കണ്ട. സ്കൂളിലെ കണക്കല്ല, വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കണക്കാണ്. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 1/2 കിലോ ബോഡി വെയിറ്റ് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 2.2 ഇൻറ്റു 14 + 500. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 1 കിലോയാണ് കൂട്ടാൻ ആഗ്രഹമെങ്കിൽ +500 പകരം +1000. അപ്പോൾ ഇത് കേട്ട് നിങ്ങൾ കൺഫ്യൂസ് ആയെങ്കിൽ പേടിക്കണ്ട, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു 53 കിലോ ഉള്ള ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരാഴ്ച 1/2 കിലോ വെയിറ്റ് കൂട്ടണം. സോ 53 ഇൻറ്റു 2.2 ഇൻറ്റു 14 + 500 അപ്രോക്സിമേറ്റ്ലി 2100 കാലറീസ് നിങ്ങൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ ഫുഡാണ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അപ്പോൾ ഈ കാൽക്കുലേഷൻ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് അല്ലാതെ ഒക്കേഷനിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ബോണസ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫുഡിലൊക്കെ 1-2 സ്പൂൺ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു 200-300 കാലറീസ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് നിങ്ങൾ കേട്ടിട്ട് എല്ലാത്തിലും എണ്ണ കൊണ്ട് കമത്തരുത്. റിമെമ്പർ, ഒക്കേഷനിലാണ് വല്ലപ്പോഴും ട്രൈ ചെയ്യുക. സോ ഞാനീ പറഞ്ഞ കാര്യം കൂടാതെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിപ്പോൾ വീട്ടിലായാലും ജിമ്മിലായാലും അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും 1 മണിക്കൂർ വെച്ച് എക്സസൈസ് ചെയ്താൽ മതി. സോ ഗായ്സ്, ഈ ഷോർട്ടായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിൽ മേക്ക് എ വീഡിയോ ഫോർ യു. നിങ്ങളുടെ ഫിറ്റ്നസ്സും ലൈഫ് സ്റ്റൈലും ഇമ്പ്രൂവ് ആക്കാൻ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ കാണും. ബൈ ഗൈസ്.